ഈ ഈസ്റ്ററിന് ബീഫ് വെക്കാൻ ആവശ്യമായ ചുവന്ന മുളകുണ്ടോ? ഈ ഈസ്റ്ററിന് നല്ല ബീഫ് വെക്കാൻ പറ്റുന്ന ചുവന്ന മുളകുണ്ടോ? ചുവന്ന മുളകുണ്ടോ? സാറേ, വാർഡ് മെമ്പർ എന്നതിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സപ്ലൈകോയിൽ വന്നിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ അവര് പറഞ്ഞു അരിയും തീർന്നു, ഒന്നുമില്ല, പഞ്ചസാര ഇല്ല, ഇവിടെ ഒന്നുമില്ല, വന്നതെല്ലാം തീർന്ന്. പിന്നെ ഈസ്റ്ററിന് ഉള്ള സപ്ലൈ ഇതുവരെയും വന്നിട്ടില്ല, ഇവിടെ ഒരു സാധനവും ഇല്ലെന്ന് പറഞ്ഞു. വോട്ടിനെ ബാധിക്കുമോ? വോട്ടിനെ ബാധിക്കും. ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഇവിടെ തുടക്കത്തില് മേരി ഗ്രേസ് എന്ന് പറയുന്ന മെമ്പർ, ഈ വാർഡിലെ മെമ്പർ പഞ്ചായത്ത് ഭരണത്തെ കുറിച്ച് ചോദിച്ചാൽ നല്ലതെന്നാ പറഞ്ഞത്. 90% അല്ലല്ല, നല്ലത് അത് കറക്റ്റായ കാര്യവും അതിനുശേഷം ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന രീതിയിലാണ് 90. കാരണം എന്താണ്? കാരണം എന്താ? റിപ്പോർട്ടർ ടി വി ഇവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈഫാണ്. ഒരു വാർഡിൽ 27 വീടുകളാണ് കൊടുത്തത് മത്സ്യത്തൊഴിലാളികൾക്ക്. ജൽജീവന്റെ കാര്യം പറഞ്ഞു. കേന്ദ്രം സഹായമുണ്ടെങ്കിലും പകുതിയിലധികം ഫണ്ടും നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ. അത് 100% വീടുകൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ആ ശുദ്ധജലം സംഭരിക്കുന്നതിന് വേണ്ടി മുഴുവൻ വീടുകൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങൾ ടാങ്ക് നൽകുകയാണ്. സപ്ലൈകോയിൽ ചേട്ടാ ലൈഫിലേക്ക് കൊണ്ടുപോയി കാര്യം. സപ്ലൈകോയിൽ സാധനം ഉണ്ടോ? ഇതും വികസന പ്രവർത്തനമല്ലേ? അതിലും വലുതല്ലേ? 30-നടുത്ത് വീടുകൾ എന്ന് പറയുമ്പോൾ 1,20,00,000 രൂപയാണ് ഒരു വാർഡിൽ വരുന്നത്. നിസാരമാണ് അത്? ചെറുതല്ല, നിസാരമല്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും 10-ലധികം വീട് പിന്നെ കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് നൽകുന്നത്. തുടർച്ചയായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് കണക്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ആരിഫിനും അങ്ങോട്ട് കണക്ട് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ആലപ്പുഴ ബൈപ്പാസിന്റെ കാര്യത്തിൽ പിന്നെ റേഡിയോ നിലയം നിലനിർത്തിയത്, വൈറോളജിയുടെ പ്രവർത്തനം വന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അർത്തിങ്കൽ പള്ളിയുടെ ബീച്ചിന് 40 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 52 അത്രയും രൂപയാണ്. എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. മുഖ്യമന്ത്രിയാണ് ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രചാരകൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം അദ്ദേഹം എവിടെയെല്ലാം പ്രചരണത്തിൽ പോയോ ആ 20 സീറ്റും പോയിരിക്കും. കാരണം ആ ജനത്തിനെ കൊടുത്തി ആ മുഖ്യമന്ത്രിയുടെ കാപട്യം തിരിച്ചറിഞ്ഞ ജനമാണ് കേരളത്തിലെ ജനങ്ങള്. മുഖ്യമന്ത്രിയുടെ കാപട്യം തിരിച്ചറിഞ്ഞ ജനങ്ങള് ആ മുഖ്യമന്ത്രി വാക്ക് കേൾക്കുമ്പോൾ വോട്ട് ചെയ്യില്ല. സംശയമല്ല. അരവിന്ദ് കെജ്രിവാൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒപ്പം വന്ന് കൈ ഉയർത്തി പിടിച്ചായിരുന്നു ഡൽഹിയില്. അയ്യോ ചേട്ടാ മാറിപ്പോലെ, ക്യാമറ പറയും. അതെ ചേട്ടാ, ഒരു നിമിഷം. അരവിന്ദ് കെജ്രിവാൾ ദില്ലി ചെലവിൽ വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൈ പിടിച്ച് ഉയർത്തി നിർത്തായിരുന്നു. ചേട്ടാ അരവിന്ദ് കെജ്രിവാൾ എതിരാണോ? ഞാൻ അഴിമതിക്കെതിരാണ് എന്റെ പോരാട്ടം. അഴിമതിക്കെതിരാണ് പോരാട്ടം. മണ്ഡലം പ്രസിഡന്റ് മുമ്പോട്ട് വാ. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇപ്പൊ മത്സ്യമേഖലയിലെ വിഷയം അദ്ദേഹം അവതരിപ്പിച്ചു. എന്താണ് തീരദേശ മേഖലയെന്ന് LDF-നും BJP-ക്കും നന്നായിട്ടറിയാം. ഒരൊറ്റ വോട്ട് പോലും തീരദേശ മേഖലയിൽ നിന്ന്, ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമ്മുടെ ഇടതുപക്ഷത്തിന് കിട്ടില്ല, അതുപോലെ തന്നെ BJP-ക്കും കിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. രണ്ടാമത് 1957 തങ്കലിപികളിൽ എഴുതപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അന്നു മുതൽ 57 സഹകരണ സംഘം, 78 കോർപ്പറേഷൻ, 81 ഗ്രാമസംഘം, 85 മത്സ്യബെട്ട, ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് നടന്നിട്ടുള്ള അഴിമതികളെ കുറിച്ച് വ്യക്തമായി വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് ഒരു കേന്ദ്രത്തില് മൊത്തത്തേക്കാൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഞാൻ പിടിച്ചോളാം. ചേട്ടാ പറഞ്ഞു. രാഷ്ട്രീയ അന്തരീക്ഷം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അത് പറയുന്നതിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. ഉള്ള കാര്യം പറഞ്ഞു. എന്റെ ഒരു ധാരണ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് കേരളത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ അദ്ദേഹം അരൂർ MLA ആയിരുന്നു, ചേർത്തലയിലെ വലിയ പൊതുപ്രവർത്തനമായിരുന്നു, ആലപ്പുഴയിൽ സ്ഥിരതാമസക്കാരനായിരുന്നു. അങ്ങനെ ഈ നാട്ടിന്റെ സാമൂഹ്യ ബന്ധം, വ്യക്തിപരമായ ബന്ധവും ആരിഫിന്. ഈ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ഈ സപ്ലൈകോയിൽ സാധനം ഇല്ലാത്തതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അത് പറയാൻ പറ്റത്തില്ല. കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിമിതിയുണ്ട്. ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ ചേട്ടാ പറഞ്ഞോ. ഞാൻ ബൈക്ക് പിടിച്ചാ പറഞ്ഞോ. അല്ല, ഇപ്പൊ ജോൺകുട്ടി സംസാരിച്ചപ്പോഴേ ഇവിടെ നിൽക്കുന്ന LDF-കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നുള്ള ഉദ്ദേശിച്ച് തന്നെയാണ് വർത്തമാനം പറഞ്ഞത്. LDF-കാർ. രണ്ടാമത്തത് 10 വർഷങ്ങൾക്ക് മുമ്പ് പോയ വേണുഗോപാൽ ഇന്നാണ് കൈ മുമ്പ് ആളുകളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.
അരനൂറ്റാണ്ടായി ഇവിടെ ഒരു 6 പറഞ്ഞ് കല്ലിട്ടേച്ച് ആക്കിയാൻ്റെ പോയിട്ട് ഇങ്ങോട്ട് കേന്ദ്രമന്ത്രിയായ ആളാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളിക്ക് എന്ത് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്? എന്ത് ചെയ്ത് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി? ആർബറില്ലാത്തൊരു ജില്ല ആലപ്പുഴ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ മാത്രമേ ഉള്ളൂ. ഈ ആർബറിന് വേണ്ടി എന്ത് ചെയ്തു ഇവര്? അരനൂറ്റാണ്ടായി ആന്റണി കേന്ദ്രമന്ത്രി വരെ ഇവിടെ കല്ലിട്ടേച്ചും പോയിട്ട് ഇവിടെ എന്താ ചെയ്തത്? ഇപ്പൊ വോട്ടാകുമ്പോ കൈയും കുമ്മിയായിട്ട് വരികയാണ്. അവന്റെ മകനെ പിജെപിച്ചേർത്ത് മകളെ പിജെപി വിട്ട് ഇവിടെ